അപ്പോൾ എല്ലാവർക്കും അഭിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കോട്ട്ലൻഡിൽ എഡിൻബറയിൽ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം ഉണ്ട്. കാലത്ത് തന്നെ ഒരു പ്ലസൻറ്റ് മോർണിംഗ് ആണ്. സിറ്റി റൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് തുടങ്ങാം. ഇപ്പോൾ രാവിലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ ട്രിപ്പ്. ഇപ്പോൾ 2 ഡിഗ്രി ടെമ്പറേച്ചർ, നല്ല വെയിലുണ്ട്. അതുകാരണം കൊണ്ട് തന്നെ നല്ല പ്ലസൻറ്റ് വെതറാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഡൗൺ ടൗണിൽ തന്നെ റൂം എടുത്ത് തന്നെ കൊണ്ട് നമുക്ക് കുറച്ച് പൈസ കൂടുതലാണ് ഹോട്ടലിന്, പക്ഷേ എന്നാലും ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ എല്ലാം നമുക്ക് ആക്സസിബിൾ ആണ് അടുത്ത് തന്നെ കാരണം കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഗ്രെഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, പിന്നെ മാക്ഡൊണാൾഡ്സ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കുറച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും അവിടെ നിന്ന്. അപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാക്ഡൊണാൾഡ്സിൽ വന്നിരിക്കണം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതലാണ്. പിന്നെ UAE-ത്തെ പോലെ അധികം ബുഫേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയത്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു 48 hours ഫുള്ള് ടൂറ് കിട്ടും. അതിൻ്റെ പ്രൈസ് പോയി നോക്കണം. ഓൺലൈനിൽ നോക്കിയപ്പോൾ വലിയ പ്രൈസ് ഇല്ല, 25 പൗണ്ടൊക്കെ കാണിക്കണുള്ളൂ. അപ്പോൾ ആ ഒരു ബസ് എടുത്തിട്ട് ഇന്ന് മുഴുവൻ സിറ്റി കറങ്ങാമെന്നുള്ളൊരു പ്ലാനാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അത് അന്വേഷിച്ചിട്ട് വരാം. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് ഫുള്ള് ബസ്സും അടുത്ത ട്രാം വരുന്നുണ്ടല്ലേ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു വണ്ടി കൊണ്ട് വെച്ചിട്ട് ഹോട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്. ഇതേപോലത്തെ കുറേ കമ്പനീസ് ഇവിടെ നടത്തുന്നുണ്ട്. ഇതിപ്പോൾ ബ്രൈറ്റ് ബസ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. നമ്മളിപ്പോൾ അവരുടെ ഓഫീസിലൊന്ന് പോയി അന്വേഷിക്കാം. എന്നിട്ട് നമുക്ക് പോകേണ്ട ടൈപ്പ് വല്ല ട്രിപ്പ് ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ഇന്നലെ നൈറ്റ് കണ്ട ക്രിസ്മസ് മാർക്കറ്റാണ് ആ മേലെ കാണുന്നത്. ആ ഫെറിസ് വീലൊക്കെ നോക്കിയപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. 2 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ, എന്നിട്ട് ഇത്ര വെയിലുണ്ട്. അത് കാരണം നല്ല അടിപൊളിയാണ് നടക്കാനൊക്കെ. നമ്മളപ്പോൾ ആ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അതിലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബസ്സിൻ്റെ ബുക്കിംഗ് ഓഫീസിൽ ചെന്നപ്പം ഡയറക്റ്റ് ബസ്സിൻ്റെ അവിടെ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നേരെ ബസ്സിൻ്റെ അവിടേക്ക് നടക്കണം. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഇപ്പോഴും നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോഴും മാർക്കറ്റൊക്കെ ആക്റ്റീവ് തന്നെയാണ്. ഈവനിങ് ആകുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല തിരക്കും നല്ല കളർഫുള്ളും ആയിട്ട് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. എനിക്ക് ആ ഫെറിസ് വീലിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഈവനിങ് ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഈവനിങ് വന്നിട്ട് കയറാം എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ബസ് ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന പബ്ബ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ബസ്സിൻ്റെ അവിടേക്ക് നടന്നിട്ട് വരാം. അപ്പോൾ ഇതെന്താ റെയിൽവേ സ്റ്റേഷൻ, നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടാ 24 പൗണ്ടിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ടൈപ്പ് ബസ്സുണ്ട്. അപ്പോൾ സിറ്റിയും കുറച്ച് സിറ്റിക്ക് പുറത്ത് പോകണതായിട്ടുള്ളതുണ്ട്. അപ്പോൾ എല്ലാത്തിലും കയറാം. അപ്പോൾ അതിന് 24 പൗണ്ടാണ്. 18 പൗണ്ട് തൊട്ടുണ്ട് നമുക്ക്. പിന്നെ 24 hours 24 പൗണ്ടാണ് മാക്സിമം. റീസണബിളാണ്. വൈകുന്നേരം ഏകദേശം ഒരു 4-4:30 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലൂ ബസ്സിൽ കയറിയിട്ട് സിറ്റിയുടെ പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. കാരണം സിറ്റിയുടെ ഉള്ളിൽ നമ്മൾ ഇന്നലെ കുറേ കവർ ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് ഫുള്ള് മാപ്പും റൂട്ടും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ബുക്കിലായിട്ട് അവർ തന്നിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതേപോലെ ബാക്കിൽ കൂടെയും കൊത്തിയിട്ടുള്ള ഇതേപോലെ ആൾക്കാരാണ് ടിക്കറ്റ് തരാൻ നിൽക്കുന്നത്. നമുക്ക് കാർഡും ക്യാഷൊക്കെ ഉപയോഗിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കയറി പോവാം. നല്ല തണുപ്പാണ്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് കിട്ടിയില്ല. ഇതേപോലെ ഒരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ബാക്കിലൊരു ഓപ്പണാണ്. ആ ഒരു ബസ്സിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കിയിട്ട് വരാം.
ഞാനപ്പോൾ ഇവിടെ വയർ കണക്ട് ചെയ്തു. അത്യാവശ്യം ഫുള്ള് പറയണ്ട. നമ്മളിപ്പം റോയൽ മൈൽ കണ്ട, റോയൽ മൈലിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ടൂർ എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കുറേ സ്ഥലത്ത് പോകാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രൈസിന്. പിന്നെ കുറേ ഇവിടുത്തെ ടിക്കറ്റൊക്കെ കുറേ ഡിസ്കൗണ്ടിന് കിട്ടും. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു ഹെഡ്ഫോണിൽ കൂടെ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി കയറാനായിട്ട്, അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സീറ്റ് മിസ്സായി. അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു കുറച്ചും കൂടെ. ഇത് അടിപൊളിയായിട്ടാണ്. ഇതൊരു രക്ഷയില്ലാത്ത ഒരു ട്രിപ്പായി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കയറുന്നത്. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നത് ഈ ഒരു റാഡിസൺ ബ്ലൂ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അപ്പോൾ അത് 1990 ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ്. ശരിക്കും ഇവിടുത്തെ ഒരു ഹോളിവുഡ് പാലസ് ഉണ്ട്, അതിൻ്റെ മോഡൽ ഉണ്ടാക്കിയാണെന്നാണ് പറയുന്നത്. പക്ഷേ പഴയ ആർക്കിടെക്ചറിനോട് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് 1990s ഒരു ഇതുണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതൊരു ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നീട് നമ്മൾ ആ ബ്രിഡ്ജിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ല ബ്രിഡ്ജിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് റെയിൽവേ സ്റ്റേഷൻ. നേരെ ആ കാണുന്നത് ആ ക്രിസ്മസ് മാർക്കറ്റും മറ്റേ നമ്മൾ നേരത്തെ കണ്ട ഫെറിസ് വീലും കാര്യങ്ങളൊക്കെയാണ്. കാൾട്ടൺ ഹില്ലാണ് ആ കാണുന്നത്, നേരത്തെ നമ്മൾ ഇന്നലെ പോയ കാൾട്ടൺ ഹില്ല്. പണ്ടത്തെ ടൈപ്പ് ഒരു വീട് നോക്കിയേ. നമ്മളിപ്പോൾ ഫെറി റോഡ് എന്ന് പറഞ്ഞ റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലൊരു അടിപൊളിയൊരു ഗ്രൗണ്ട് കാണാം. പിന്നെ നേരെ ആ കാണുന്നത് എഡിൻബറ സിറ്റിയാണ്, ടൗണാണ് കാണുന്നത്. അവിടെ നമുക്കിപ്പോൾ നേരെ അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എഡിൻബറ കാസിലും കാൾട്ടൺ ഹില്ലൊക്കെ ഇവിടെ നിന്ന് തന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നേരെ ഇപ്പോൾ ബീച്ച് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കോസ്റ്റൽ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ വല്ല സ്റ്റോപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം. അപ്പോൾ എഡിൻബറയിലുള്ള ന്യൂ ഹാവൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്റ്റൽ ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ എനിക്കത് മിസ്സായി. കാരണം ഇങ്ങനെ സ്റ്റോപ്പ് അവർ അനൗൺസ് ചെയ്യും, ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങണം. അപ്പോൾ എനിക്കത് മിസ്സായി. അപ്പോൾ നമുക്കത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വരാം. ഏകദേശം നമ്മളിവിടെ ഒരു കോസ്റ്റൽ ഏരിയയിൽ എത്താറുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ താഴെ വന്നു. ഇങ്ങനെ ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കട്ടെ. റോയൽ യാട്ട് ബ്രിട്ടാനിയ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കണം. ഇവിടെ ഒരു മോളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇനി എവറി ഹാഫ് ആൻ അവർ നമുക്ക് ബസ്സുണ്ട്, അതിൽ കയറി പോവാം. ഇവിടെ ട്രാമൊക്കെ കാണുന്നുണ്ട്. നല്ല ആ ബസ്സിൻ്റെ ടൂർ ഉണ്ടായിരുന്നില്ലേ, അതിൽ റോയൽ യാട്ട് മറീന എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റൽ ഏരിയ ഉണ്ട് ഈ കാണുന്നത്. അപ്പം ഞാനത് കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ആ കിടക്കുന്ന റോയൽ യാട്ട് പണ്ട് ക്വീനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു യാട്ടിൽ കയറി നമുക്കതിൻ്റെ ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ അതിൽ 20 പൗണ്ട് സെപ്പറേറ്റ് കൊടുക്കണം. പിന്നെ ഏകദേശം 1.5 മണിക്കൂറാണ് അതിൻ്റെ ടൂറ്. അപ്പോൾ ഇതാണ് ഒരു കോസ്റ്റൽ ഏരിയ ഇവിടുത്തെ. ഇവിടെ വേറെയും കുറേ ഇതേപോലത്തെ വലിയ ബോട്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്.
അപ്പോൾ ഇനിയൊരു ഹാഫ് ആൻ അവർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബസ് വരും. കയറി അടുത്ത സ്റ്റോപ്പിൽ പോവാം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതൊരു മാള് കാര്യങ്ങൾ ബാറൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ആ പുറത്തുനിന്ന് വന്നിട്ട് ഈ മാളിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാലേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് ഒരു ബാറാണ് ഈ മാളിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മാളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ആക്സസ് ചെയ്യാൻ ഈ മാളിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ റോയൽ യാട്ടിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അതിനുള്ളിൽ കയറി കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മൾ മാളിൻ്റെ പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ നല്ലോണം ആക്സസിബിളാണ്. ഇപ്പോൾ എഡിൻബറ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ കംപ്ലീറ്റ് ഇവിടെ ബസ്സും കാര്യങ്ങളുണ്ട്. ഇവിടെ വരെ ട്രാമും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ദേ ട്രാമാണ്. ഇതൊരു വിജനായൊരു സ്ഥലം കേട്ടോ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ മാള് ഓഷ്യൻ ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. ഇതെന്താണ്ടില്ലേ, ഹോം ടു ദ റോയൽ യാട്ട് ബ്രിട്ടാനിയ. അപ്പോൾ ഇതൊരു സ്റ്റോപ്പാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അവരിവിടെ കൊണ്ട് നിർത്തും ഈ ഒരു ബസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കണം 20 പൗണ്ടിന്. എന്നാലാണ് ആ യാട്ടിൻ്റെ ടൂറ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ഥലമുണ്ട്, ന്യൂ ഹാവൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു ഹാർബർ ഉണ്ട്. അവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഇത് ട്രാമിൻ്റെ അടുത്ത് വന്നേക്കണം. അപ്പോൾ ട്രാമിൻ്റെ ടിക്കറ്റ് എടുത്തു. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. നമുക്ക് പറന്നുപോയി. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ വേണ്ടില്ലേ 2 പൗണ്ടാണ് ടിക്കറ്റ്. ഇവിടെ നമുക്ക് കാർഡ് പേയ്മെൻറ്റ് വെച്ച് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ട്രാം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ട്രാമിൽ കയറിയിട്ട് പോവാം. അപ്പോൾ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂ ഹാവൻ ഇനി 4 മിനിറ്റ്സിനുള്ളിൽ വരും. അപ്പോൾ ഇതാണ് ട്രാമിൻ്റെയും ബസ്സിൻ്റെയൊക്കെ ഒരു സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ ഈ അടുത്ത ട്രാം ഇത് എയർപോർട്ടിലേക്ക് പോകുന്ന ട്രാമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രാം ഇങ്ങനെ വന്ന് നിൽക്കും, മെട്രോ ഒക്കെ പോലെ. എന്നിട്ട് ഇതേപോലെ ഡോറ് തുറക്കും. ശരിക്കും നമ്മൾ മെട്രോയിലൊക്കെ കയറുന്ന പോലെ തന്നെ. ഞാനിതുവരെ ട്രാമിൽ കയറിയില്ല, ആദ്യമായിട്ടാണ് ഇപ്പോൾ ട്രാമിൽ കയറാൻ പോകും. ഇപ്പം ഡോറടയും എന്നിട്ട് മറ്റേ ഇലക്ട്രിക്കിൻ്റെ സംഭവം കണ്ടില്ല മുകളിൽ. ശരിക്കും ചെറിയൊരു മെട്രോ പോലെ തന്നെ. കറക്റ്റ് ടൈം ഉണ്ടാ നമുക്ക് പോകാനുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 മിനിറ്റ് എന്നുള്ളത്. ട്രാം അതേ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ 2 പൗണ്ടാണ് നമുക്ക് ഒരു സൈഡിലേക്ക് പോകാനുള്ള ട്രാമിൻ്റെ ടിക്കറ്റ്. ഇപ്പോൾ ഒരു ഡേ പാസ് എടുക്കണമെങ്കിൽ 5 പൗണ്ടാവുള്ളൂ. ഇപ്പോൾ എഡിൻബറയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ സിറ്റിക്ക് പുറത്തേക്ക് ട്രിപ്പ് വരണമെങ്കിൽ നമ്മൾ ആ ബസ്സിൽ കൊടുത്തത് 24 പൗണ്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ഡേ പാസ് ട്രാമിലോ ബസ്സിലൊക്കെ എടുക്കണമെങ്കിൽ സുഖമായിട്ട് ഇതിലേപോലെ നമുക്ക് ട്രിപ്പ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറിയിട്ട് ട്രാമിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നത്. അപ്പോൾ ചെക്കർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ പോലെ ഇതിൽ വരച്ചിട്ട് പോയി. അപ്പോൾ ട്രാമിൽ കയറിയിട്ട് നമ്മൾ ന്യൂ ഹാവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പാണ് ന്യൂ ഹാവൻ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിറങ്ങാം. എന്നിട്ട് ട്രാമിൻ്റെ ഉള്ളത് അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി. നമ്മൾ ന്യൂ ഹാവൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കുന്നത്. ഒരു 5 മിനിറ്റ് ട്രാവൽ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഇതിലിട്ടേക്കാം. അപ്പോൾ ഇതുണ്ട് നമ്മൾ വന്ന ട്രാം. ഇനി അത് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ന്യൂ ഹാവനിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.